സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നാളത്തെ കഥയില് പൂർണ്ണാമ്മ ലക്ഷ്മിയമ്മയെ തിരികെ പൊന്നുമടത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വരുക. കാരണം ലക്ഷ്മിയമ്മ എങ്ങോട്ടേക്ക് പോവാനാ? ലക്ഷ്മിയമ്മ സ്വീകരിക്കാനായിട്ട് ഇതുവരെയായിട്ടും വേണുഗോപാല് വന്നിട്ടില്ല. അപ്പൊ പിന്നെ പോവാനായിട്ട് ഇടവില്ലല്ലോ. എങ്ങോട്ട് പോണെന്ന് അറിയത്തില്ല നിൽക്കുന്ന ലക്ഷ്മിയമ്മയും കൂട്ടി പൂർണിമ അകത്തേക്ക് കയറി വന്നു. ധൈര്യമായിട്ട് പോരെ, ഇവിടെ എന്താണെങ്കിലും ലക്ഷ്മിക്ക് ഒരു സ്ഥാനം ഉണ്ടായിരിക്കും. ഞാനാണല്ലോ സേതുവിന്റെ അമ്മയെന്ന് അവൻ പറയുന്നേ. അങ്ങനെയാണെങ്കിൽ ലക്ഷ്മി പെറ്റമ്മയാണ്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ പേടി വേണ്ട, ധൈര്യമായിട്ട് ഇവിടെ ഒന്ന് താമസിക്കാന്ന് പറഞ്ഞു. അങ്ങനെ കൂട്ടിക്കൊണ്ട് വരുന്ന സമയത്ത് അച്ചൂർ ഇതൊക്കെ സംസാരിച്ചോണ്ടിരിക്കും അകത്ത്. അപ്പോഴാണ് ലക്ഷ്മിയമ്മയെ കൂട്ടിക്കൊണ്ട് പൂർണിമ വരുന്ന കണ്ടേ. തിരികെ പോകാൻ തുടങ്ങിയതാ ലക്ഷ്മിയമ്മ. ഈ വരവ് കണ്ടു കഴിഞ്ഞപ്പത്തിനും അച്ചുവിന് പ്രശ്നമില്ലായിരുന്നു, പക്ഷെ ഋതുവിന് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴേക്കും പൂർണ്ണാമ്മ വന്നിട്ട് പറഞ്ഞു, അതെ ഇനി മുതൽ ലക്ഷ്മി ഇവിടെ നമ്മളോടൊപ്പം ആയിരിക്കും താമസിക്കണേന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു, അതെങ്ങനെ ശരിയാവും അമ്മേന്ന് ചോദിച്ചു. അതെ, കൂടുതൽ ശരിയാവാനൊന്നുമില്ല, ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. അറിയാലോ, എത്രയൊക്കെയെന്ന് പറഞ്ഞാലും സേതുവിന്റെ പെറ്റമ്മയാണ് ലക്ഷ്മി. ലക്ഷ്മിയെ തള്ളിക്കളയാനായിട്ട് സേതുവിന് പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം പൂർണ്ണാമ്മയ്ക്കറിയാം ലക്ഷ്മിയമ്മ എത്രമാത്രം സേതു സ്നേഹിക്കുന്നുണ്ട്. ഈ പുറമെ ഇങ്ങനെയൊക്കെ ദേഷ്യം കാണിച്ചാലും ഉള്ളിന്റെ ഉള്ളില് പെറ്റമ്മയോട് എപ്പോഴും ഒരു സ്നേഹം ഉണ്ടായിരിക്കും. കാരണത്തടിച്ചാലും പൊന്നുമടത്തിൽ നിന്ന് ഇറക്കി വിട്ടാലും സേതുവിന് വിഷമം ഉണ്ടെങ്കിലും പക്ഷേങ്കിൽ തന്റെ അമ്മയോടുള്ള സ്നേഹമുണ്ട്. അത് പക്ഷെ പുറമെ കാണിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ആ സമയത്ത് ഋതു പറഞ്ഞു, അതിന് സേതുവായിട്ട് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതെ, ഞാൻ അവനെ പറഞ്ഞു മനസ്സിലാക്കിക്കോളാന്ന് പറഞ്ഞു. ലക്ഷ്മി ഭാഗമുണ്ടേ മുറിയിലേക്ക് വെക്കാൻ പറഞ്ഞു. അങ്ങനെ മുറിയിലേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും പൂർണ്ണാമ്മയോട് ഋതു പറഞ്ഞു, അമ്മ എന്തിനാ അമ്മേ ഈ വേണ്ടാത്ത വയ്യാവിലെയൊക്കെ കയറി ഏറ്റെടുക്കണമെന്ന് ചോദിച്ചു. എന്താ ഋതു നീ പറയണെന്ന് ചോദിച്ചു. അവരെന്തിനാ ഇവിടെ താമസിപ്പിക്കണേ? നമ്മൾ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടല്ലേ അവര്. നമുക്ക് എന്തെങ്കിലും വില തന്നോ? എന്തൊക്കെയാ വാക്കുകളാ പറഞ്ഞത്. ഞാനും ഈ നിൽക്കുന്ന അച്ചുമൊക്കെ പൊന്നും മടത്തിലെ മാധവമേനന്റെ മക്കളല്ലെന്ന് വരെ പറഞ്ഞു. പോയി തെളിയിച്ചിട്ട് വരാൻ പറഞ്ഞ. എന്നിട്ട് അമ്മയ്ക്ക് എങ്ങനെ തോന്നുന്നു ഇങ്ങനെ? പൂർണ്ണ പറഞ്ഞു, അത് ശരിയാവത്തില്ല, അവരൊരിക്കലും ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പാടില്ല എന്ന് പറഞ്ഞു. ഒരു കാലത്ത് അവർ ഈ വീട് വിട്ടു പോയതാ, പക്ഷെ ഇനി അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അത് കേട്ടപ്പോ അച്ചു പറഞ്ഞു, ഋതു അവരിവിടെ നിൽക്കുവാണ്, നിൽക്കട്ടെ. സേതുവേട്ടനോ അതായിരിക്കും ഒരു സന്തോഷം. നമ്മളോട് കൂടുതലായിട്ടൊന്നും പറയുന്നില്ലെന്നുള്ളൂ, സേതുവേട്ടന്റെ മനസ്സിലും കാണുമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ ഋതു പറഞ്ഞു, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, സേതുവേട്ടൻ ഇവരെ കണ്ണെടുത്താ കാണത്തില്ല, ഇപ്പൊ നല്ല ദേഷ്യമാന്ന് പറഞ്ഞു. അപ്പോഴേക്കും പല്ലവിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. പല്ലവി എന്നിട്ട് ചോദിച്ചാൽ എന്താന്ന് ചോദിച്ചു. അപ്പോഴേക്കും അച്ചു കാര്യങ്ങൾ പറയാണ്. ലക്ഷ്മി അമ്മയെ പോയി കൂട്ടിക്കൊണ്ട് വന്നു. പൂർണ്ണിയമ്മ തിരികെ വിളിച്ചുകൊണ്ട് വന്നു പറഞ്ഞു. അത് കേട്ടപ്പോ പല്ലവി പറഞ്ഞു, അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നേ. ലക്ഷ്മി അമ്മ ഈ വീട് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു സ്വസ്ഥത സമാധാനം കിട്ടുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അച്ചു പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യ, നമുക്ക് പിന്നെ സന്തോഷത്തോടെ കഴിയാൻ പറ്റുമോ? ഋതു പറഞ്ഞു, എനിക്ക് അവരിവിടെ ഇല്ലാത്ത എനിക്കിഷ്ടം. കാരണം അവര് ചെയ്ത പ്രവൃത്തികളൊക്കെ അത്ര പെട്ടെന്ന് മറക്കാനും ക്ഷമിക്കാനും പറ്റുന്ന കാര്യമല്ല. പല്ലവി പറഞ്ഞു, നമ്മൾ അങ്ങനെ ചിന്തിക്കരുത് ഋതു. ഇപ്പൊ ലക്ഷ്മിയമ്മ ഇറക്കി വിട്ടാൽ എങ്ങോട്ട് പോവാനായിട്ട് ഇടമുണ്ടോ? ഇനി അധികം വൈകാതെ മിക്കവാറും മേലെ അടുത്ത് വീട്ടിൽ നിന്ന് വൈകുന്നേരം ആരെങ്കിലും വന്ന് വിളിക്കുമായിരിക്കും. അത്രയും കാലം നമ്മൾ വേണം സംരക്ഷിക്കാനായിട്ട്. തെരുവിലേക്ക് ഇറക്കി വിടാൻ നമുക്ക് പറ്റില്ല. ഒരു കാലത്ത് പൊന്നും പടത്തിൽ മാധവമേനന്റെ ഭാര്യയായിട്ടിരുന്ന ആളാ. അതിനേക്കാൾ ഇവര് സേതുവേണ്ട അമ്മയല്ലേന്ന് ചോദിച്ചു. അവരെന്ത് വെള്ളം കാണിച്ചോട്ടെ, ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് അവര് ചെയ്ത. അങ്ങനെ നമ്മൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം എന്നൊക്കെ ഋതുവിനോട് ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. പിന്നീട് പല്ലവി നേരെ സേതുവിന്റെ അടുത്തേക്ക് വന്നു. സേതുവിനോട് പറഞ്ഞു, സേതുവേട്ട ലക്ഷ്മി അമ്മയെ പൂർണ്ണാമ്മ തിരികെ കൊണ്ടുവന്നു പറഞ്ഞു. തിരികെ വിളിച്ചുകൊണ്ട് വന്നോ? അതെ, പോവാനായിട്ട് ഇറങ്ങിയതല്ലേ, പക്ഷെ എങ്ങോട്ട് പോവാനായിട്ടാ? അത് കേട്ടതും ഭയങ്കര ദേഷ്യമായി സേതുവിന്. അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാ? അമ്മയോട് ആരാ പറഞ്ഞ സ്ത്രീ എങ്ങോട്ടേക്ക് വിളിച്ചോണ്ടിരാനായിട്ട്? സേതുവേട്ടൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ? എനിക്കറിയാം സേതുവേട്ടൻ മനസ്സിൽ അമ്മയോട് ഒരു ദേഷ്യം ഇല്ലാന്നറിയാം എന്നും പറഞ്ഞിട്ട് സേതുവിനെ കെട്ടിപ്പിടിച്ചു പല്ലവി. എന്നിട്ട് പറഞ്ഞു, സേതുവേട്ടന്റെ മനസ്സിൽ അമ്മയോടുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷേങ്കില് ഇപ്പൊ ഈ കാണിച്ചു കൂട്ടുന്നൊക്കെ ഉണ്ടല്ലോ, അതൊരു പുറമെ ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നു മാത്രമേ ഉള്ളൂ, അല്ലാതെ മനസ്സിലൊന്നുമില്ല. ഇപ്പോഴും അമ്മ അത്രയധികം സ്നേഹിക്കുന്നൊക്കെ ഉണ്ട്. ഒരു പക്ഷേങ്കിൽ സേതുവേട്ടനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച കാര്യം സേതുവേട്ടൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടല്ല, പൂർണ്ണ അമ്മയെ മക്കളെ ഇറക്കി വിട്ടല്ലേന്ന് ചോദിച്ചു. സേതുവിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും പല്ലവി പറഞ്ഞു, സേതുവേട്ട ഇപ്പൊ ഇറക്കി വിട്ടിട്ട് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നാളെ സേതുവേട്ടൻ അത് തീരാ ദുഃഖമായിരിക്കും എന്ന് പറഞ്ഞു. സേതു പറഞ്ഞു, അവൻ എന്നോട് ചെയ്ത് എന്താന്ന് എനിക്കറിയാം, പൂർണ്ണാമ്മയോടും എല്ലാവരും ചെയ്ത് എന്താണെന്നറിയാം. എനിക്കൊരു വയ്യായിക ഒന്നും ഇപ്പൊ പൂർണ്ണാമ്മ മാത്രം എന്നോടൊപ്പം ഉണ്ടായിരുന്നുള്ളൂ, പെറ്റമ്മ എന്ന് പറയുന്ന ആ സ്ത്രീ എന്നോടൊപ്പം ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു.
സാരമില്ല, ഇതിന്റെയൊക്കെ പിന്നിൽ അവനല്ലായിരുന്നോ ആ ഇന്ദ്രൻ? അവൻ കാരണമല്ലേ ഈ പ്രശ്നങ്ങളുണ്ടായത്. എത്ര സ്നേഹത്തോടെയായിരുന്നു നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നേ. സേതു പറഞ്ഞു, അതൊക്കെ ശരിയാ, ഒന്നുമല്ലേലും പെറ്റമ്മയല്ലേ അവർക്ക് എന്നെ വിശ്വസിക്കാൻ പാടില്ലായിരുന്നോ? സാരമില്ല സേതുവേട്ടാ, സേതുവേട്ടനായിട്ട് ഇപ്പൊ ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോവരുത്. പൂർണ്ണാമ്മ പോയി വിളിച്ചോണ്ട് വന്നതല്ലേ, ഇനി അത് പ്രശ്നമാവെന്ന് പറഞ്ഞു. അവിടെ സേതു പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് എന്താണെങ്കിലും അവര് ഈ വീട്ടിൽ നിൽക്കുന്നതോട് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. പല്ലവിക്ക് മനസ്സിലായി സേതു പെട്ടെന്ന് അങ്ങനെ അടുക്കുന്ന ലക്ഷണം കാണുന്നില്ലെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോ മയൂരി പല്ലവിയെ വിളിക്കുകയാണ്. വിളിച്ച് ലക്ഷ്മി അമ്മയെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്ന സമയത്ത് പല്ലവി കാര്യങ്ങളൊക്കെ പറയാണ്. ലക്ഷ്മി അമ്മ ഇവിടെ ഉണ്ട്. ലക്ഷ്മി അമ്മ ഇവിടുന്ന് പോകാൻ തുടങ്ങിയിട്ട് പൂർണ്ണാമ്മ ഇവിടെ പിടിച്ചു നിർത്തിയെന്ന് പറയണം. അത് കേട്ടപ്പം മയൂരി പറഞ്ഞു, ഞാൻ പപ്പായോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പപ്പയോട് ഞാൻ പറഞ്ഞപ്പോയി അമ്മയെ വിളിച്ചോണ്ട് വരാനായിട്ട്. ഇതുവരെയായിട്ടും പപ്പ അതിന് സമ്മതിച്ചിട്ടില്ല, ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. സാരമില്ല, അമ്മ ഇവിടെ നിൽക്കട്ടെ. ചിലപ്പം സാറിന് ചിലപ്പോൾ പെട്ടെന്ന് അങ്ങനെ അമ്മയെ വിളിച്ചോണ്ട് വന്നിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിക്കുമെന്ന് പറഞ്ഞു. മയൂരി പറഞ്ഞു, എനിക്ക് എന്താണെങ്കിലും എൻ്റെ അമ്മയെ വേണം. എൻ്റെ അമ്മയെ ഉപേക്ഷിച്ച് കളയാനായിട്ട് എനിക്ക് പറ്റില്ല. ഒരു പക്ഷേങ്കില് അമ്മയെ ഞാൻ എങ്ങോട്ടേലും ഞാൻ കൂട്ടിക്കൊണ്ട് പോകുന്നു പറയണം. ഇത് കേട്ടപ്പോൾ പല്ലവി പറഞ്ഞു, തൽക്കാലത്തേക്ക് ഇവിടെ നിൽക്കട്ടെ, ഇപ്പൊ അവരുടത്തേക്കും വിളിച്ചോണ്ട് പോകാനൊന്നും പോകണ്ട. അല്ല സേതുവേട്ടൻ എന്ത് പറയണമെന്ന് ചോദിച്ചു. പിന്നീട് സേതുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയണം. മയൂരി പറഞ്ഞു, സേതുവേട്ടന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും അങ്ങനെയൊക്കെ പറയുള്ളൂ, പ്രവർത്തിക്കുകയും ചെയ്യുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊക്കെ പ്രശ്നങ്ങൾ അമ്മ ഉണ്ടാക്കിയത്. എന്നിട്ട് സേതുവേട്ടൻ ആയതുകൊണ്ട് ഇത്രയൊക്കെയല്ലേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം കൂടെ സംസാരിച്ചിട്ടാണ് കോള് കട്ട് ചെയ്യുന്നത്. ഉച്ചയായി കഴിഞ്ഞപ്പോഴത്തേനും ആഹാരമൊക്കെ റെഡിയാക്കി ഉപയോഗിച്ചേച്ച് ബിരിയാണിയാണ് റെഡിയാക്കിയത്. അങ്ങനെ എല്ലാവരും കഴിക്കാണ്ട് വിളിക്കുവാണ്. പൂർണിമ പോയി ലക്ഷ്മി അമ്മേനെ വിളിച്ചു. ഭാലക്ഷ്മി ആഹാരം കഴിക്കാന്ന് പറയണം. ലക്ഷ്മി പറഞ്ഞു, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഇരുന്ന് പട്ടിണി ഇരിക്കാനാണോ? പട്ടിണി ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല, എത്ര ദിവസം പട്ടിണി ഇരിക്കും, വന്ന് കഴിക്കാൻ നോക്കാൻ പറഞ്ഞു. അങ്ങനെ വന്നു. ലക്ഷ്മി അമ്മ ഇരുന്നു. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും സേതുവിനെ വിളിച്ചോട്ട് പല്ലവിയും വരുന്നുണ്ട്. അച്ചു എല്ലാവരും അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി പറഞ്ഞല്ല, അമ്മ ഇരിക്കണില്ലേന്ന് ചോദിച്ചു പൂർണ്ണിമയോട്. ഞാനും ബേബിയും കൂടെ പിന്നെ ഇരുന്ന് കഴിച്ചോളാം, നിനക്ക് വിളമ്പി തന്നിട്ട് കഴിച്ചോളാന്ന് പറഞ്ഞു. ആ സമയം സേതുവിന്റെ മുഖമൊക്കെ അങ്ങോട്ട് വലിഞ്ഞു മുറുകി. സേതുവിന് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല, അവിടെ ഇരുന്ന് കഴിക്കാനായിട്ട് താല്പര്യമില്ലാത്ത പോലെയായിരുന്നു സേതു. ആ സമയത്ത് പൂർണ്ണിമ പറഞ്ഞു, നീ എന്താ സേതു കഴിക്കാതിരിക്കുന്ന എന്താന്ന് ചോദിച്ചു. അപ്പോഴേക്കും സേതു പറഞ്ഞു, എനിക്ക് നല്ല വിശപ്പ് തോന്നില്ല. എന്താ സേതു, നിനക്കിത് എന്താ പറ്റിയെന്ന് ചോദിച്ചു. ആ സമയത്ത് പല്ലവി പതുക്കെ പറഞ്ഞു, സേതുവേട്ടാ ആഹാരം കഴിക്കാനായിട്ട് പറയണം. സേതു പറഞ്ഞു, ആഹാരം കഴിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ എങ്കിലും കഴിച്ചിട്ടുണ്ടെ ഇറങ്ങണ്ടേന്ന് ചോദിച്ചു. പൂർണ്ണിമ പറഞ്ഞു, സേതു ഇനിയിപ്പൊ നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട, ഇത് നിന്റെ പെറ്റമ്മയാന്ന് മാത്രം ചിന്തിച്ചാൽ മതി, വേറെ എന്തിനെക്കുറിച്ചും വിചാരിക്കണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ സേതു പറഞ്ഞു, അതെ എനിക്ക് ഒരേ ഒരു അമ്മ മാത്രമേ ഉള്ളൂ, അത് പൂർണ്ണിമയാണ്, അല്ലാതെ വേറെ ആരും എനിക്ക് അമ്മയായിട്ടില്ല. ഇനിയിപ്പൊ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും എനിക്കൊരു അമ്മ മാത്രമേ ഉള്ളൂ. ആ സ്ഥാനം തട്ടിയെടുക്കാനായിട്ട് ആരും നോക്കുകയും വേണ്ട. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ലക്ഷ്മിക്ക് ഭയങ്കര വിഷമായിപ്പോയി. പൂർണ്ണിമ പെട്ടെന്ന് പറഞ്ഞു, നീ എന്തൊക്കെ സേതു പറയണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാലും ഒരു മാറ്റവും ഇല്ല, ഇനി അങ്ങനെ തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നേ. അല്ലാതെ എന്റെ പെറ്റമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ആരും ആ സ്ഥാനത്തേക്ക് വരാനൊന്നും നോക്കണ്ട. ഞാൻ അനുഭവിച്ച വേദനകളും വിഷമങ്ങളും എനിക്കല്ലേ അറിയത്തുള്ളൂ. ഇത്രയും നാളില്ലാത്ത ആ ഒരു സ്നേഹവും കാര്യങ്ങളൊന്നും എന്നോട് ആരും കാണിച്ചോണ്ട് വരണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അതിനോട്ട് താല്പര്യമില്ല. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു നോർത്ത് പറയുന്ന കാര്യങ്ങളൊന്നും അല്ലത്, എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യങ്ങളാ, അതുകൊണ്ടാ പറയണത്. എനിക്കൊരു അമ്മയുണ്ട്, അത് പൂർണ്ണാമ്മ മാത്രമായിരിക്കും. ഞാൻ അമ്മയെന്ന് വിളിക്കാൻ പോകുന്നതിന് പൂർണ്ണാമ്മയെ മാത്രമായിരിക്കും, അല്ലാതെ വേറെ ആരെയും വിളിക്കത്തില്ല. പിന്നെ ഇവിടെ ആർക്ക് വെള്ളം താമസിക്കുക, എന്ത് വെള്ളം ചെയ്യാം, ഞാനൊന്നും കാര്യമാക്കാൻ പോകുന്നില്ല. പിന്നെ മോനെന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചോണ്ട് എൻ്റെ അടുത്തേക്ക് വേറെ ആരും വരാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് ലക്ഷ്മിയമ്മ ഉദ്ദേശിച്ചിട്ടുള്ള ആ കാര്യമെന്ന് ലക്ഷ്മിയമ്മയ്ക്ക് മനസ്സിലായി. എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോഴേക്കും പൂർണ്ണാമ്മ പറഞ്ഞു, എന്താ സേതു ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കണമെന്ന് ചോദിച്ചു. അതെ എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു. മുഖത്ത് അടിയേറ്റ പോലെ ലക്ഷ്മിയമ്മ ഇരിക്കുക. കഴിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ. പൂർണ്ണമ്മ കഴിക്കാനൊക്കെ പറയുന്നുണ്ട്, പക്ഷെ എങ്ങനെ കഴിക്കാനായിട്ടാ, കഴിച്ചിട്ടുണ്ടേ ഇറങ്ങണ്ടേ താഴേക്ക്, അങ്ങനെയൊക്കെയല്ലേ സേതു പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ആ സമയം ഇന്ദ്രൻ ഇങ്ങനെയാണെന്ന് ആലോചിക്കുക, എന്താ ചെയ്യണ്ടേ. എല്ലാരും കൂടെ പൊന്നുമടത്തിലേക്ക് കയറി. തനിക്ക് അങ്ങോട്ടേക്ക് ചെല്ലാനും പറ്റില്ല, എന്തേലും ചെയ്യണം. ആ സമയം രാജലക്ഷ്മി അങ്ങോട്ട് വന്നു. രാജലക്ഷ്മി എന്നിട്ട് ചോദിച്ചു, അല്ല നീ എന്താടാ ഇവിടെ കിടക്കുന്നേ, നീ പൊന്നുമടത്തിലേക്ക് പോകുന്നില്ലേന്ന് ചോദിച്ചു. പൊന്നുമടത്തിലേക്കോ? അല്ല നിന്റെ ഭാര്യ അവിടെയല്ലേ ഉള്ളേ? ഓ ഞാൻ അങ്ങോട്ടേക്ക് ഇല്ലാന്ന് പറഞ്ഞു. അതെന്താടാ? ഓ ഞാൻ അവിടേക്കൊന്നും പോകുന്നില്ല. എടാ നിന്റെ ഭാര്യ പിന്നെ നിന്റെ കുഞ്ഞുമല്ലേ അവിടെ ഉള്ളത്, അപ്പൊ പിന്നെ നീ അവിടെ വേണ്ടതെന്നൊക്കെ ചോദിച്ചു. രാജലക്ഷ്മിക്ക് എങ്ങനെയെങ്കിലും അവനെയും വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടാൽ മതിയെന്നുള്ളൂ. അവൻ ഈ വീട്ടിലുണ്ടെങ്കിൽ മിക്കവാറും പാറുന്റെ വയറ്റുള്ള കുഞ്ഞിനെ നഷ്ടപ്പെടും എന്നൊരു ചിന്തയുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയണേ.
ഒടുവിൽ ഇന്ദ്രൻ പറഞ്ഞു, അമ്മേ ഞാൻ എന്തായാലും തൽക്കാലത്തേക്ക് ഒരിടത്തേക്കും പോകാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രാജലക്ഷ്മിക്ക് തോന്നി ഇവരെങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണം, അല്ലെങ്കിൽ പണിയാവും എന്നുള്ള കാര്യം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.